മുന്നേ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമാണ് സൽമാൻ ഖാൻ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന സിക്കന്ദർ. റിലീസ് ചെയ്ത ദിവസം ഓപ്പണിംഗ് കളക്ഷനായി 26 കോടി നേടിയെങ്കിലും സിനിമ പ്രേക്ഷക പ്രീതി നേടിയില്ല. മോശം പ്രതികരണങ്ങളെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഷോകൾ ക്യാൻസൽ ചെയ്യുകയാണ്. പലയിടത്തും പ്രീ ബുക്കിംഗ് ടിക്കറ്റ് പോലും വിറ്റുപോയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഗജനി, തുപ്പാക്കി, കത്തി, സർക്കാർ, ദർബാർ എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സിക്കന്ദർ. സൽമാൻ മുരുകദോസ് കോംബോ ഒരു വൻപൻ ഹിറ്റാവും സൃഷ്ടിക്കുക എന്നായിരുന്നു കണക്കുകൂട്ടലുകൾ. ഏത് ചിത്രമായാണ് സിക്കന്ദർ തിയേറ്ററുകളിൽ എത്തിയത്? സൽമാൻ ഖാനോടൊപ്പം രശ്മിക വദാന, സത്യരാജ്, ഷർമാൻ ജോഷി, പ്രതീക് ബബ്ബൻ, കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ താരനിര സിക്കന്ദറിൽ അണിനിരക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ ആളുകളുടെ കുറവ് കാരണം ചിത്രത്തിൽ തിയേറ്ററുകളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ചില തിയേറ്ററുകളിൽ സിക്കന്ദറിന് പകരം മറ്റ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക വരെ ചെയ്തു. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പതിവായി തകർക്കുന്ന സൽമാൻ ഖാന് ഇത്തവണ പതിവ് തെറ്റിക്കേണ്ടി വന്നു. ബോക്സ് ഓഫീസ് താരറാണി എന്ന വിശേഷണം ഈ അടുത്ത് വാങ്ങിയ രശ്മികയ്ക്കും ചിത്രം ക്ഷീണമായി മാറി. അനിമൽ, പുഷ്പ 2, ഛാവ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം അടുത്ത ബോക്സ് ഓഫീസ് ഹിറ്റ് പ്രതീക്ഷിച്ചിരുന്ന രശ്മികയ്ക്ക് നിരാശയായിരുന്നു ഈ ചിത്രം. കാലഹരണപ്പെട്ട തിരക്കഥയാണ് ചിത്രത്തിൻ്റെതെന്നും അതിനാൽ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ബോറടിപ്പിക്കുന്ന ചിത്രമാണ് സിക്കന്ദർ എന്നുമാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത്. മാത്രമല്ല, സന്തോഷ് നാരായണന്റെ പശ്ചാത്തല സംഗീതം സിനിമയുമായി ഒത്തുപോകുന്നില്ല എന്ന പരാതികളുമുണ്ട്. അതേസമയം ഈ വർഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ ലഭിച്ച സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. 64 കോടി നേടിക്കൊണ്ട് തിയേറ്ററുകളിൽ ആളുകളെ നിറച്ചുകൊണ്ട് ഇരിക്കുകയാണ് എമ്പുരാൻ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വൻ കളക്ഷനാണ് എമ്പുരാൻ നേടുന്നത്. മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും സിക്കന്ദറിനേക്കാളും എമ്പുരാനാണ് പ്രേക്ഷകർ കാണാൻ താല്പര്യപ്പെടുന്നതും.